ഹലോ എവരി വൺ, വെൽക്കം ടു വിന്നേഴ്സ് എഡ്യൂസോൺ. ഇത് നമുക്ക് കറണ്ട് അഫയേഴ്സിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് നീതി ആയോഗിൻ്റെ സംരംഭങ്ങൾ? താഴെ പറയുന്നവയിൽ ഏതാണ് നീതി ആയോഗിൻ്റെ സംരംഭങ്ങൾ? നമുക്ക് നോക്കാം. ഇ അമൃത്, മെത്തനോൾ സമ്പദ് വ്യവസ്ഥ, പരിസ്ഥിതിക്ക് വേണ്ടിയുള്ള ജീവിതശൈലി, ജനകീയ പദ്ധതി പ്രചാരണം. ആദ്യത്തേതാണ് ഇ അമൃത്. ഇലക്ട്രിക് വാഹനങ്ങളെക്കുറിച്ചുള്ള അവബോധം നൽകാൻ വേണ്ടിയിട്ട് ഈ ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറുന്നതിനുള്ള പ്രയോജനങ്ങളെക്കുറിച്ച് ഉപഭോക്താക്കളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് ഇ അമൃത്. ഈ അമൃത് എന്ന് പറഞ്ഞ പോർട്ടലിൽ ഇലക്ട്രിക് വാഹനങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. അതായത് അതിൻ്റെ പോളിസികൾ, സബ്സിഡികൾ, അതിൻ്റെ വാങ്ങൽ എന്നീ കാര്യങ്ങളെക്കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസ് നമുക്ക് ഈ അമൃത് പോർട്ടലിൽ ലഭിക്കും. ഈ അമൃത് പോർട്ടലിൽ ലഭിക്കും. ഈ അമൃത് നീതി ആയോഗും ഗവൺമെൻറ്റും ചേർന്ന് ഈ അമൃത് എന്ന് പറഞ്ഞ പോർട്ടൽ വികസിപ്പിച്ചിരിക്കുന്നത് എന്തിനാണ്? ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറുന്നതിൻ്റെ പ്രയോജനങ്ങളെക്കുറിച്ച് ഉപഭോക്താക്കളെ, അതായത് ഇന്ത്യൻ ജനതയെ ബോധവൽക്കരിക്കാൻ വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഈ അമൃത്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. മെത്തനോൾ സമ്പദ് വ്യവസ്ഥ. എന്താണ് മെത്തനോൾ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്? മെത്തനോൾ സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരമായി മെത്തനോൾ ഉപയോഗിക്കുക. അതായത് നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പെട്രോൾ, ഡീസൽ എന്നിവയ്ക്ക് പകരമായിട്ട് മെത്തനോൾ യൂസ് ചെയ്യുക. മെത്തനോൾ സമ്പദ് വ്യവസ്ഥ കൊണ്ടുവരികയാണ് ഉദ്ദേശിക്കുന്നത്. മെത്തനോൾ സമ്പദ് വ്യവസ്ഥ, ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരമായി മെത്തനോൾ യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു തലത്തിലേക്ക് ഇന്ത്യയെ വികസിപ്പിക്കുക എന്നതാണ് ഈ മെത്തനോൾ സമ്പദ് വ്യവസ്ഥയുടെ ലക്ഷ്യം. ഈ മെത്തനോളിലെ കാർബണിൻ്റെ അംശം കുറവാണ്. അത് കാർബൺ കുറഞ്ഞ ഒരു ഇന്ധനമാണ്. അതുവഴി നമുക്ക് എന്താണ്, നഗരത്തിലെ വായുവിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ, ഇത് ഗതാഗതത്തിന് വേണ്ടി യൂസ് ചെയ്യുകയാണെങ്കിൽ നഗരത്തിലെ വായുവിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ സാധിക്കും. അതുപോലെ തന്നെ ഇത് എണ്ണ ഇറക്കുമതി, അതായത് പെട്രോളിൻ്റെ ഇറക്കുമതി കുറയ്ക്കാൻ സഹായിക്കുന്നു. അങ്ങനെ ഗവൺമെൻറ്റിനെ സഹായിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ് മെത്തനോൾ സമ്പദ് വ്യവസ്ഥ. അപ്പോൾ നീതി ആയോഗ് എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മെത്തനോൾ സമ്പദ് വ്യവസ്ഥയ്ക്കാണ്. ഈ മെത്തനോൾ സമ്പദ് വ്യവസ്ഥ, അതിൻ്റെ മെത്തനോൾ ഉൽപ്പാദിപ്പിക്കുക, ആപ്ലിക്കേഷൻ വിതരണം, അതിൻ്റെ ആപ്ലിക്കേഷൻസ്, അതെങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ള കാര്യങ്ങൾ, അതിൻ്റെ വിതരണം, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലും ജോലികൾ സൃഷ്ടിക്കുക. അതുപോലെ തന്നെ നഗരത്തിൻ്റെ വായുവിൻ്റെ ഗുണനിലവാരം, നഗരത്തിലെ വായുവിൻ്റെ, അതായത് ഈ കാർബൺ ഡൈ ഓക്സൈഡ് മൂലം നമ്മളെ അത് പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതില്ലാതെ നഗരത്തിലെ വായുവിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നു. അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ എണ്ണ ഇറക്കുമതി കുറയ്ക്കാനും നമുക്ക് സാധിക്കും. അങ്ങനെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ മെത്തനോൾ സമ്പദ് വ്യവസ്ഥ വളരെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നീതി ആയോഗിൻ്റെ ഒരു പുതിയ സംരംഭം. അപ്പോൾ ഇതിന് ഈ മെത്തനോൾ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നതിന് ഒരു പ്രോഗ്രാമുണ്ട്, ഒരു റിസർച്ച് പ്രോഗ്രാമുണ്ട്. അതാണ് MERP, മെത്തനോൾ റിസർച്ച് പ്രോഗ്രാം. വിവിധ സ്രോതസ്സുകളിൽ നിന്ന് മെത്തനോൾ ഉൽപ്പാദിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന ഒരു പ്രധാന വികസന പരിപാടിയാണ് മെത്തനോൾ ഇക്കോണമി റിസർച്ച് പ്രോഗ്രാം. വിവിധ സ്രോതസ്സുകളിൽ നിന്ന് മെത്തനോൾ എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു പരിപാടിയാണ് വികസന പരിപാടിയാണ് മെത്തനോൾ ഇക്കോണമി റിസർച്ച് പ്രോഗ്രാം എന്ന്. ഇപ്പോൾ മെത്തനോൾ സമ്പദ് വ്യവസ്ഥ മനസ്സിലായല്ലോ. അടുത്തത്, പരിസ്ഥിതിക്ക് വേണ്ടിയുള്ളൊരു ജീവിതശൈലി. അതും നീതി ആയോഗിൻ്റെ ഒരു സംരംഭമാണ്. ഇതിൻ്റെ ആൻസർ എന്താ വരുന്നത്? ഈ അമൃത്, മെത്തനോൾ സമ്പദ് വ്യവസ്ഥ വരുന്നുണ്ട്, പരിസ്ഥിതിക്ക് വേണ്ടിയുള്ള ജീവിതശൈലിയും വരുന്നുണ്ട്. ഉത്തരം ബി ആണ്. ഇനി നമുക്ക് നീതി ആയോഗിൻ്റെ ചെയർപേഴ്സൺ ആരാണ്? നീതി ആയോഗിൻ്റെ ചെയർപേഴ്സൺ നരേന്ദ്രമോദിയാണ്, അല്ലേ? നരേന്ദ്രമോദി. വൈസ് ചെയർപേഴ്സൺ സുമൻ ബേരി. ഇനി CEO ആരാണെന്ന് നോക്കാം. CEO ആരാ? BVR സുബ്രഹ്മണ്യം. നീതി ആയോഗ് ഒരു ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്, അത് കവർ ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കണം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി MGNREGS ഗ്രാമപ്രദേശങ്ങളിൽ മാത്രമായി പരിമിതപ്പെടുത്തിയത് എന്തുകൊണ്ട്? മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, അതായത് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി
പ്രോഗ്രാം എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഇതെന്തുകൊണ്ടാണ് ഗ്രാമപ്രദേശങ്ങളിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നത്? അതാണ് നമുക്ക് ചോദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ ഈ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് നിലവിൽ വന്നത് മൻമോഹൻ സിംഗ് പ്രൈം മിനിസ്റ്റർ ആയിരിക്കുമ്പോഴാണ് നിലവിൽ വന്നത്. മൻമോഹൻ സിംഗ് ആയിരുന്നു ഇത് നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ. എന്നാണ് നിലവിൽ വന്നത്? ഫെബ്രുവരി 2006 നിലവിൽ വന്നത്. ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? ഗ്രാമീണ മേഖലയിലുള്ള ആളുകൾക്ക്, അൺസ്കിൽഡ് ആയിട്ടുള്ള ആളുകൾക്ക് ജോലി നൽകുക എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശം, ഇതിൻ്റെ ലക്ഷ്യം. അതായത് ഗ്രാമീണ മേഖലയിൽ 5 കിലോമീറ്റർ ചുറ്റിനുള്ള 5 കിലോമീറ്ററുള്ള ആളുകൾക്ക് ജോലി നൽകുക. അവരുടെ താമസ സ്ഥലം 5 കിലോമീറ്റർ ചുറ്റളവിനുള്ളിലാണ്. അപ്പോൾ ആ പ്രദേശത്തെ ജോലികൾ, അൺസ്കിൽഡ് ആയിട്ടുള്ള ജോലികൾ ചെയ്യുന്നതാണ് ഈ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത്. ഇത് നടത്തുന്നതിൻ്റെ ചുമതല ആർക്കാണ്? ഗ്രാമപഞ്ചായത്തിനാണ്. ഗ്രാമപഞ്ചായത്തിനാണ് ഇതിൻ്റെ ചുമതല. ഗ്രാമപഞ്ചായത്താണ് ഇതിൻ്റെ ചുമതല വഹിക്കുന്നത്. ഇനി കേരളത്തിൽ ഇതിൻ്റെ കൂലി എത്രയാണ് കിട്ടുന്നത്? 2023-24 കേരളത്തിൽ ഇതിന് 333 രൂപയാണ് കൂലി ലഭിക്കുന്നത്. അടുത്ത വർഷം അത് 346 മാറാം എന്ന് നമുക്ക് വിചാരിക്കാം. ചേഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോഴും 333 രൂപയാണ് കൂലിയായി ലഭിക്കുന്നത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അത് ഗ്രാമപ്രദേശങ്ങളിൽ മാത്രമായി പരിമിതപ്പെടുത്തിയത് എന്തുകൊണ്ട് എന്നാണ് നമ്മുടെ ചോദ്യം. അതെന്തുകൊണ്ടാണ്? ഗ്രാമീണ നഗര കുടിയേറ്റം കുറയ്ക്കുന്നതിനും ഗ്രാമവാസികൾക്ക് അവരുടെ നിത്യച്ചെലവ് കഴിഞ്ഞു പോകാനുള്ള, അൺസ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സിന് അവർക്ക് ജീവിക്കാനുള്ള തുക ഇങ്ങനെ ഒരു തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ലഭിക്കും. അതാണ് ഈ പദ്ധതിയുടെ തന്നെ ലക്ഷ്യം. ഇന്ത്യൻ പൗരന്മാർക്ക് ഗ്രാമീണ തൊഴിലവസരങ്ങളും ഉപജീവന സുരക്ഷയും ഗ്രാമീണ തൊഴിലവസരങ്ങളും ലഭ്യമാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഇതെങ്ങനെയുള്ളവർക്കാണ് കിട്ടുന്നത്? 18 വയസ്സ് പ്രായമുണ്ടായിരിക്കണം. പിന്നെ ഗ്രാമപ്രദേശത്ത് താമസിക്കണം. അവർ താമസിക്കുന്ന ലൊക്കാലിറ്റിയിൽ തന്നെയാണ് അവർക്ക് ജോലി ലഭിക്കുകയുള്ളൂ. ഓക്കെ, അതാണ് ഈ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. അപ്പോൾ എമൗണ്ട് എത്രയാണെന്ന് നമ്മൾ പറഞ്ഞു, 333 രൂപ. അടുത്ത വർഷം അത് 346 രൂപയാക്കി കൂടുമായിരിക്കാം. ഇതിൻ്റെ ചുമതല ആർക്കാണ്? ഗ്രാമപഞ്ചായത്തിനാണ് ഇതിൻ്റെ ചുമതല. ഇത് മൻമോഹൻ സിംഗ് പ്രൈം മിനിസ്റ്റർ ആയപ്പോഴാണ് ഇത് നിലവിൽ വന്നത്, ഫെബ്രുവരി 2026. അടുത്തത് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇത് നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്ന എല്ലാ ആളുകൾക്കും കുറഞ്ഞത് 100 ദിവസത്തെ തൊഴിൽ ഉറപ്പു നൽകുന്നു. ശരിയാണ് അല്ലേ? നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക്, അതായത് കായിക അധ്വാനം ചെയ്യാൻ കുഴപ്പമില്ലാത്ത കഴിവുള്ള ആളുകൾക്ക്, അൺസ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർക്കും സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർക്കും, പക്ഷേ ഇത് ചെയ്യുന്നത് കായിക അധ്വാനമാണ്. കായിക തൊഴിൽ ചെയ്യാനായിട്ട് തയ്യാറുള്ള ഏത് ആൾക്കും 100 ദിവസത്തെ തൊഴിൽ ഉറപ്പു നൽകുന്ന പദ്ധതിയാണ് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി. ശാരീരിക അധ്വാനം ചെയ്യാൻ തയ്യാറുള്ള നഗരങ്ങളിലെ വൈദഗ്ധ്യമില്ലാത്ത പക്വതയുള്ള വ്യക്തികൾക്ക് ഇത് കുറഞ്ഞത് 100 ദിവസത്തെ തൊഴിൽ ഉറപ്പു നൽകുന്നു. വൈദഗ്ധ്യം ഉള്ളവർക്കും ചെയ്യാം, ഇല്ലാത്തവർക്കും ചെയ്യാം. ശാരീരിക അധ്വാനമാണ് എന്ന് മാത്രമാണ് വ്യത്യാസമുള്ളത്. അപ്പോൾ ഇതിൽ വൈദഗ്ധ്യമില്ലാത്ത എന്നുള്ള കോട്ട് കൊടുത്തിട്ടുണ്ട്. വൈദഗ്ധ്യമുള്ളവർക്കും സ്കിൽഡ് ആയിട്ടുള്ളവർക്കും ചെയ്യാവുന്നതാണ്. ഇനി എല്ലാ നഗര വീടുകളിലും താമസിക്കുന്ന വൈദഗ്ധ്യമുള്ളവർക്കും ആ വിദഗ്ധർക്കും ഇത് കുറഞ്ഞത് 100 ദിവസത്തെ തൊഴിൽ ഉറപ്പ് നൽകുന്നു. ഇത് ശരിയാണ്. ഇനി മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാമിന് അതിന് കീഴിൽ സാധാരണയായി ചെയ്യുന്ന എല്ലാ ജോലികളും ഇത് ഏറ്റെടുക്കുന്നു. ഇല്ല, അത് ഗ്രാമീണ ജോലികളാണ് മഹാത്മാഗാന്ധി നാഷണൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീമിലുള്ളത്. ഇതിലെങ്ങനെയാണ്? നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്നുള്ളവർക്ക്, അതാണ് അതിൻ്റെ ഡിഫറൻസ്.
മറ്റേത് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിലെ ഗ്രാമപ്രദേശങ്ങളിലുള്ളവർക്കാണ് മഹാത്മാഗാന്ധി. അയ്യങ്കാളി ഇങ്ങനെയുള്ളവർക്ക് നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്ന വൈദഗ്ധ്യമുള്ളവർക്കും വൈദഗ്ധ്യമില്ലാത്തവർക്കും എല്ലാവർക്കും 100 ദിവസത്തെ തൊഴിലാണ് ഉറപ്പ് നൽകുന്നത്. ശാരീരിക അധ്വാനമാണ്. അതുപോലുള്ള തൊഴിലുകളാണ്, അതായത് മാലിന്യ നിർമ്മാർജ്ജനം, ക്ലീനിങ്, അങ്ങനത്തെ തൊഴിലുകളാണ് ഇതിൽ വരുന്നത്. ഇനി അപ്പോൾ ഇതിലേതാണ് മേൽപ്പറഞ്ഞ പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത്? ശരിയല്ലാത്തത് ഏതാണ്? 2ഉം 4ഉമാണ് ശരിയല്ലാത്തത്. അപ്പോൾ ഉത്തരം ഏതാ? 2ഉം 4ഉം. അടുത്ത ക്വസ്റ്റ്യൻ, റർബാൻ എന്ന പുതിയ കേരള നാണയം സൂചിപ്പിക്കുന്നത്. റർബാൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കാം. റർബാൻ എന്നാൽ ഗ്രാമങ്ങളും നഗരങ്ങളും തമ്മിലുള്ള സംയോജനം എന്നാണ് റർബാൻ എന്ന വേർഡിൻ്റെ അർത്ഥം. ഗ്രാമങ്ങളും നഗരങ്ങളും തമ്മിലുള്ള സംയോജനം എന്നാണ്. അതിൽ ഡിഫറൻസ് ഇല്ലാതാക്കുക. ഗ്രാമീണ മേഖല, നഗരമേഖല എന്ന ഡിഫറൻസ് ഇല്ലാതാക്കുക. അത് തമ്മിലുള്ള സംയോജനം എന്നാണ് റർബാൻ്റെ അർത്ഥം. അതായത് ഈ നഗരങ്ങളോടനുബന്ധിച്ച് കിടക്കുന്ന ഗ്രാമങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാം. എല്ലാ രീതിയിലും തൊഴിലില്ലായ്മ കുറയ്ക്കുക, ദാരിദ്ര്യം കുറയ്ക്കുക, സാമ്പത്തികമായി ആ ഗ്രാമപ്രദേശങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാം. അങ്ങനെ നഗരങ്ങളും ഗ്രാമങ്ങളും തമ്മിലുള്ള ഒരു സംയോജനം എന്നാണ് റർബാൻ്റെ അർത്ഥം. ഈ റർബാൻ എന്ന പുതിയ കേരള നാണയം സൂചിപ്പിക്കുന്നത്. കേരളത്തിൽ എങ്ങനെയാണ് റർബാൻ? രാജ്യത്തിൻ്റെ മറ്റ് ഭാഗങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ അങ്ങനെ വേർതിരിവ് കുറവാണ്. ചില പ്രദേശങ്ങളിൽ നഗരം ഗ്രാമം എന്നുള്ള വേർതിരിവ് കൂടുതലാണ്. നഗരത്തിലുള്ളവർക്ക് കൂടുതൽ ഗതാഗത സൗകര്യങ്ങളും ട്രാൻസ്പോർട്ടേഷൻ അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർക്ക് മാത്രമായി ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള നഗരങ്ങളുണ്ട്, പ്രദേശങ്ങളുണ്ട് ഇന്ത്യയിൽ തന്നെ. അത് കേരളത്തിൽ എങ്ങനെയാണ് എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത്. റർബാൻ എന്ന പുതിയ കേരള നാണയം സൂചിപ്പിക്കുന്നത്. ആദ്യത്തെ പോയിന്റ് നോക്കാം. അധികാര വികേന്ദ്രീകരണത്തിൻ്റെ സ്വാധീനം സംബന്ധിച്ച് കേരളത്തിലെ ഗ്രാമങ്ങളും നഗരങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അടുത്തത്, രാജ്യത്തിൻ്റെ മറ്റ് ഭാഗങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ ഗ്രാമനഗര പ്രദേശങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കുറവാണ്. മെച്ചപ്പെട്ട തൊഴിലവസരങ്ങൾ തേടി ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് കേരളത്തിലെ നഗരപ്രദേശങ്ങളിലേക്ക് വിദഗ്ധ തൊഴിലാളികളുടെ കുടിയേറ്റം. പൊതുസേവനങ്ങളെ വിതരണവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഗ്രാമങ്ങളും നഗരങ്ങളും തമ്മിലുള്ള വ്യത്യാസം. നോക്കൂ, ഇതിലേതാണ് വരുന്നത്? കേരളം എങ്ങനെയാണ് റർബാൻ്റെ കാര്യത്തിൽ? രാജ്യത്തിൻ്റെ മറ്റ് ഭാഗങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ ഗ്രാമനഗര പ്രദേശങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കുറവാണ്. റർബാൻ എന്ന് പറഞ്ഞാൽ ഈ സംയോജനത്തെയാണ് റർബാൻ എന്ന് പറയുന്നത്. അത് കേരളത്തിൽ എങ്ങനെയാണ്? കേരളത്തിൽ ഗ്രാമനഗരങ്ങൾ തമ്മിലുള്ള വ്യത്യാസം വളരെ കുറവാണ്. ഇനി ഈ റർബാൻ്റെ 2-3 മിഷൻസ് ഉണ്ട്, അത് പറയാം. ശ്യാമപ്രസാദ് SPMRM, അതായത് ശ്യാമപ്രസാദ് മുഖർജി റർബാൻ മിഷൻ. ശ്യാമപ്രസാദ് മുഖർജി റർബാൻ മിഷൻ. ഇനി അടുത്തത് NRUM നാഷണൽ റർബാൻ മിഷൻ. റർബാൻ എന്നും പറയും, റൂർബാൻ എന്നും പറയും. നാഷണൽ റർബാൻ മിഷനുണ്ട്. ശ്യാമപ്രസാദ് മുഖർജി റർബാൻ മിഷനുമുണ്ട്. റർബാൻ മിഷൻ. റർബാൻ്റെ അർത്ഥം എന്നിട്ട് ഗ്രാമങ്ങളും നഗരങ്ങളും തമ്മിലുള്ള സംയോജനം, വേർതിരിവ് ഇല്ലാതാക്കി ഗ്രാമങ്ങളെ ഉയർത്തിക്കൊണ്ടുവരിക. നഗരങ്ങളുടേതായിട്ടുള്ള സമ്പദ് വ്യവസ്ഥയിലും തൊഴിലിലും തൊഴിലില്ലായ്മ കുറയ്ക്കുകയും ദാരിദ്ര്യം കുറയ്ക്കുകയും ചെയ്ത് ഗ്രാമങ്ങളെ നഗരങ്ങളുടെ തന്നെ ആ ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക. ഗ്രാമങ്ങളുടെയും നഗരങ്ങളുടെയും സംയോജനം എന്നാണ് റർബാൻ്റെ ലക്ഷ്യം. ഡിജി സാക്ഷമിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. എന്താണ് ഡിജി സാക്ഷം? ഈ ഡിജി സാക്ഷം എന്ന് പറഞ്ഞാൽ ആളുകളുടെ തൊഴിൽ വൈദഗ്ധ്യം, അതായത് ഡിജിറ്റൽ വൈദഗ്ധ്യം കൂട്ടുന്നതിനും, അതായത് IT പോലുള്ള അവസരങ്ങൾ, തൊഴിലവസരങ്ങൾ കൂട്ടുന്നതിനും ആളുകളുടെ നോളേജ്, IT സംബന്ധമായിട്ടുള്ള ഇൻഫർമേഷൻ ടെക്നോളജിയിലുള്ള നോളേജ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് തൊഴിൽ മന്ത്രാലയവും മൈക്രോസോഫ്റ്റ് ഇന്ത്യയുമായുള്ള സംയുക്ത സംരംഭമാണ് ഡിജി സാക്ഷം. അതുവഴി ആളുകൾക്ക് തൊഴിലവസരം വർദ്ധിപ്പിക്കാനും ഇതിൻ്റെ ലക്ഷ്യമാണ്. പിന്നെ ഇതിലെന്താ, ഈ കോഴ്സ്, ഈ ഡിജി സാക്ഷം എന്ന് പറയുന്ന തൊഴിൽ മന്ത്രാലയവും മൈക്രോസോഫ്റ്റും ചേർന്നൊരുക്കുന്ന കോഴ്സ് സൗജന്യമാണ്. ഡിജി സാക്ഷം. ആ സൗജന്യമായ കോഴ്സ് ഉപയോഗിച്ച് നമ്മുടെ തൊഴിൽ നിലവാരം,
ആ തൊഴിൽ നിലവാരം ഉയർത്തുക, ആളുകൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. ഇൻഫർമേഷൻ ടെക്നോളജിയിലൂടെ ഡിജി സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ വൈദഗ്ധ്യം, ഇൻഫർമേഷൻ ടെക്നോളജിയിലൂടെ അറിവ് വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് യുവാക്കളുടെ തൊഴിൽ മേഖലയിലുള്ള നൈപുണ്യം കൂട്ടുക എന്നതാണ് ഡിജി സാക്ഷമിൻ്റെ ലക്ഷ്യം. ഇതാരെല്ലാം ചേർന്ന് നടക്കുന്നതാണ്? തൊഴിൽ മന്ത്രാലയവും മൈക്രോസോഫ്റ്റ് ഇന്ത്യയും ചേർന്നുള്ള സംയുക്ത സംരംഭമാണ്. അപ്പോൾ ആദ്യത്തെ ശരിയാണ്. യുവാക്കളുടെ തൊഴിലവസരം വർദ്ധിപ്പിക്കാനാണ് ഇത് ലക്ഷ്യമിടുന്നത്. അപ്പോൾ അതും ശരിയാണ്. പദ്ധതി പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അങ്ങനെയില്ല, ഗ്രാമീണ മേഖലകളിലും നഗരമേഖലകളിലും ഇത് ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ രണ്ടും ശരിയാണ്. 1ഉം 2ഉം മാത്രം. ഇന്ത്യയിൽ പൊതുവിതരണ സംവിധാനത്തിന് കീഴിൽ വരാത്ത ഇനങ്ങൾ ഏതാണ്? ഇന്ത്യയിൽ പൊതുവിതരണ സംവിധാനത്തിന് കീഴിൽ വരാത്ത ഇനങ്ങൾ ഏതാണ്? റേഷൻ കടയിൽ നിന്ന് ലഭിക്കാത്തത് ഏതാണ്? അരി കിട്ടുമില്ലേ? അരി, ഗോതമ്പ് കിട്ടും, മണ്ണെണ്ണ കിട്ടും. എല്ലാവർക്കും ഇല്ല, പക്ഷേ ഇത് അന്ത്യോദയക്കാർക്കൊക്കെ, അതായത് വെള്ളക്കാർഡുള്ളവർക്ക് കിട്ടില്ല, ബാക്കിയുള്ളവർക്കൊക്കെ ഇതെല്ലാം കിട്ടുന്നുണ്ട്. അരി കിട്ടുന്നുണ്ട്, ഗോതമ്പ് കിട്ടുന്നുണ്ട്. ഏതൊക്കെ കിട്ടുന്നുണ്ട്? അരി കിട്ടുന്നുണ്ട്, ഗോതമ്പ് കിട്ടുന്നുണ്ട്, മണ്ണെണ്ണ കിട്ടുന്നുണ്ട്. പക്ഷെ ബജ്ര കിട്ടുന്നില്ല, ഇല്ലല്ലോ. ബജ്രയാണ് ഇന്ത്യയിൽ റേഷൻ കടകളിൽ നിന്ന് കിട്ടാത്തത്. ഏതാണ്? ബജ്രയാണ്. അടുത്തത്, കഴിഞ്ഞ സാമ്പത്തിക വർഷം 2023-24 ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി ആരായിരുന്നു? ചൈനയാണ്. 2023-24 വർഷത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി എന്ന് പറയുന്നത് ചൈനയായിരുന്നു.